2026-27 സംസ്ഥാന ബജറ്റിൽ ചെലവ് ചുരുക്കലിന് മുഖ്യ പരിഗണന നൽകണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. ധനകാര്യ വകുപ്പിലെ ബജറ്റ് വിഭാഗം എല്ലാ വകുപ്പുകൾക്കും ഇത് പ്രമാണിച്ച് സർക്കുലർ അയച്ചു. സാമ്പത്തികമായി അനുയോജ്യമല്ലാത്ത പദ്ധതികൾ ഉപേക്ഷിക്കണം, അനിവാര്യമല്ലാത്ത അറ്റകുറ്റപ്പണികൾ മാറ്റിവെക്കണം എന്നാണ് നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കണം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു വേളയിൽ ഇത്തരമൊരു സർക്കുലർ ഇറക്കാനുള്ള ചേതോവികാരം? ഗുഡ് ഈവനിങ് എക്സൻ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ സർക്കുലർ വിവിധ വകുപ്പുകൾക്ക് നൽകിയിരുന്നു. പക്ഷേ എസ്കെൻ പറഞ്ഞതുപോലെ അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക, പുതിയ ക്ഷേമ പ്രവൃത്തികൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ എല്ലാമായിരിക്കും അവസാന ബജറ്റ് സർക്കാർ ലക്ഷ്യമിടുക. പക്ഷേ അത്തരത്തിലുള്ള പദ്ധതികളൊന്നും പ്രപ്പോസലായി അയക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിലെ തന്നെ ബജറ്റ് വിഭാഗം എല്ലാ വകുപ്പുകൾക്കും അയച്ചിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് തന്നെ ചെലവ് ചുരുക്കി വേണം ഇത്തരത്തിൽ പ്രപ്പോസലുകൾ മുന്നോട്ട് അയക്കാൻ. ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായി അനുയോജ്യമല്ലാത്ത പദ്ധതികൾ ആ പ്രപ്പോസലായി അയക്കേണ്ടതില്ല. അനിവാര്യമല്ലാത്ത അറ്റകുറ്റപ്പണികൾ അത് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കണം. അത്യാവശ്യമില്ലാത്ത പദ്ധതികൾ ചിലപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും. അവസാനിപ്പിക്കുന്ന പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിലെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ പോകുന്ന പദ്ധതികളോ പ്രോജക്റ്റുകളോ ഉണ്ടെങ്കിൽ അതിലെ ജീവനക്കാർക്ക് വിന്യാസം നടത്താൻ വേണ്ടിയുള്ള പദ്ധതികളും ഈ ബജറ്റിലെ പ്രപ്പോസലിനൊപ്പം നൽകേണ്ടി വരും. കൂടാതെ വകുപ്പ് മേധാവികൾ കാര്യക്ഷമമായി തന്നെ ഈ പ്രപ്പോസലുകൾ തയ്യാറാക്കുമ്പോൾ ഇടപെടേണ്ടി വരും. യാന്ത്രികമായി പ്രപ്പോസലുകൾ തയ്യാറാക്കാൻ പാടില്ല. അതിൽ കൃത്യമായി വെട്ടലുകളും ഏതെങ്കിലും രീതിയിൽ കുറയ്ക്കേണ്ടവയുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്തു വേണം പ്രപ്പോസലുകൾ സമർപ്പിക്കാൻ. ഈ വർഷം തുടരുന്ന ഏതെങ്കിലും പദ്ധതികൾ അടുത്ത വർഷവും തുടരണമെങ്കിൽ അതിന് കൃത്യമായ കാരണം കാണിക്കണം. ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ തുക ഇത്തവണ അധികമായി ഏതെങ്കിലും പദ്ധതിക്ക് വേണമെങ്കിൽ അതിന് കൃത്യമായ എസ്റ്റിമേറ്റ് കാണിക്കണം. ഇത്തരത്തിൽ കർശനമായ നിർദ്ദേശമാണ് ഇപ്പോഴത്തെ ബജറ്റ് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറിൽ പറയുന്നത്. എസ് കെ എൻ.